സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് എങ്ങനെ ഹെൽത്തി ആക്കാം ഞാൻ പറയട്ടെ. നമ്പർ 1, നമ്മൾ എപ്പോഴും ഒരു ലിസ്റ്റ് കൊണ്ടുപോവുക ഷോപ്പ് ചെയ്യുന്നതിന്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ആ ലിസ്റ്റ് നോക്കി ഷോപ്പ് ചെയ്യാവുള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡിന്റെ പാക്കേജിങ്ങും ഒക്കെ കണ്ട് പലപ്പോഴും നമ്മൾ അതിൽ വീണ് പോവുകയും നമുക്ക് ആവശ്യമില്ലാത്ത പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട് നമ്മൾ എപ്പോഴും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതിൽ തന്നെ സീസണൽ ആയിട്ട് കൂടുതലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതായിരിക്കും കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ഫുഡ് ചൂസ് ചെയ്താലും ഏറ്റവും ലീസ്റ്റ് പ്രോസസ്ഡിലേക്ക് പോകാൻ ശ്രമിക്കുക. ഇപ്പം ഗ്രെയിൻസ് എടുക്കുവാണെങ്കിൽ അരി, ഗോതമ്പ്, അതാണ് ലീസ്റ്റ് പ്രോസസ്ഡ്. കുറച്ചും കൂടെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് പൊടിയായിട്ട് കിട്ടും, അരിപ്പൊടി, ഗോതമ്പ് പൊടി. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൈദ, അങ്ങനെയുള്ള കുറച്ചുകൂടി പ്രോസസ്ഡ് ആയിരിക്കും. ഈ മൈദയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ മേടിക്കുവാണെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, അതൊക്കെയാണ് അൾട്രാ പ്രോസസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് പോകാതെ എപ്പോഴും അതിൻ്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് പ്രോസസ്ഡ് വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. നാലാമതായിട്ട് നമ്മൾ ഇനി എന്തെങ്കിലും പ്രോസസ്ഡ് ഫുഡോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ലേബിൾസ് ചെക്ക് ചെയ്യുക. അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത അഡിറ്റീവ്സ്, എക്സസ് ഷുഗർ, ഒത്തിരി പ്രിസർവേറ്റീവ്സ്, കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ കുട്ടികളെയും കൂടെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത് നല്ലതാണ്. നമ്മൾ കൂടുതൽ നല്ല സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്യുന്നത് കാണുമ്പോൾ അവരും അതിൽ നിന്ന് പഠിക്കും. അവരും ഭാവിയിൽ ഹെൽത്തി ചോയ്സസ് മേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.